നമ്മൾ ഗ്രീൻസ് ഐഡന്റിറ്റിക്ക് മുന്നേ വരെയാണ് പഠിച്ചു നിർത്തിയത്. ദിസ് തിയറം 7.13 വരെയാണ് നിർത്തിയത്. നെക്സ്റ്റ് ഗ്രീൻസ് ഐഡന്റിറ്റി ആണ്. അത് ജസ്റ്റ് പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് 3 ഐഡന്റിറ്റി വരും. ആ 3 ഐഡന്റിറ്റിയും ജസ്റ്റ് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഐഡന്റിറ്റികളെല്ലാം ഗോസ് ഡൈവേർജൻസ് തിയർ ഉപയോഗിച്ചിട്ടാണ്. ഒരു മിനിറ്റ്. ഇതെല്ലാം ഗോസ് ഡൈവേർജൻസ് തിയർ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഡൈവേർജൻസ് തിയർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ എ ഡൊമൈൻ ഡി ഡെൽ ഡോട്ട്, ഡെൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോട്ട് ദിസ് സൈ വെക്റ്റർ of xy, and this del is acted on side, that is the meaning, and dx dy is equal to integral over boundary of this domain d, this dou d, this 1 minute, yes. This psi cap psi vector psi of x of s y of s. X of s y of s is the parameterization of the this boundary of the domain d dot n cap. N cap is the unit outward normal to the surface d or to the planar region d ds. Thus the theorem holds for any vector field. This psi bar is a vector field. വെക്ടറുകളുടെ ഒരു വെക്ടർ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. ഒരു 2 ഡയമെൻഷണൽ സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൊമൈൻ ആയിരിക്കും. ഡൊമൈനിലെ ഈച്ച് പോയിന്റ് ഓരോ വെക്ടർ ആയിരിക്കും. അതാണ് വെക്ടർ ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എനി ബൗണ്ടഡ് പീസ് വൈസ് സ്മൂത്ത് ഡൊമൈൻ. ഈ സ്മൂത്ത് ഡൊമൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. കണക്റ്റഡ് ആയിരിക്കും, ഓപ്പൺ സെറ്റും ആയിരിക്കും. കണക്റ്റഡ് ആൻഡ് ഓപ്പൺ സെറ്റ് ആയിരിക്കും. ദിസ് സ്മൂത്ത് റീജിയൻ എന്ന് പറയുന്നത് പീസ് വൈസ് ബൗണ്ടഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ബൗണ്ടഡ് റീജിയൻ ആയിരിക്കും. ആൻഡ് ദിസ് അതാണ് ഗോസ് ഡൈവേർജൻസ് തിയറം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദിസ് ഗോസ് ഫസ്റ്റ് ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഗോസ് ഫസ്റ്റ് ഐഡന്റിറ്റി ഇതാണ്, 2 എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ദിസ് integral over d del u delta u means u x x plus u y y dx dy is equal to integral over dou d, this dou n differentiation in the directional derivative dou n of the function u in the direction n എന്ന് പറയുന്ന ഡയറക്ഷൻ ഔട്ട്വേർഡ് നോർമലിന്റെ ഡയറക്ഷനിൽ യുവിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുക, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എടുക്കുക ds. ഇത് നമ്മൾ നേരത്തെ ഒന്ന് പ്രൂവ് ചെയ്തതായിരുന്നു തുടക്കത്തിൽ. ഡെൽ യു ഈസ് ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ. ഇതാണ് ഗ്രീൻസ് ഫസ്റ്റ് ഐഡന്റിറ്റി. ഒരു മിനിറ്റ്. ഗ്രീൻസ് ഫസ്റ്റ് ഐഡന്റിറ്റി. ഗ്രീൻസിന് 3 ഐഡന്റിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഐഡന്റിറ്റി. സെക്കൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദിസ് vector field can be regarded as v del u minus u del v. അത് ഈ സൈയുടെ സ്ഥാനത്ത് ഇവിടെ കൊടുക്കണം. ദിസ് വെക്ടർ സൈയുടെ സ്ഥാനത്ത് അത് കൊടുക്കണം. ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. വെക്ടർ റൂൾസ് ഉപയോഗിച്ചിട്ട് വെക്ടർ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ദിസ് നിങ്ങൾ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട. ഈ ഐഡന്റിറ്റിയാണ് വരുന്നത്. ഇൻ്റഗ്രൽ ഓവർ ദിസ് ഡി ആണ്, ഇവിടെ ഡി ഉണ്ട്. ഇൻ്റഗ്രൽ ഓവർ ഡി വി ഡെൽ യു delta u minus u delta v dx dy is equal to integral over this boundary dou d v dou n u minus u dou n v ds. This is the second identity. ഇതാണ് സെക്കൻഡ് ഐഡന്റിറ്റി ആയിട്ട് ഉള്ളത്. And this 2 is the first Gauss identity, and 3 is called the Gauss third identity. And the third Green's identity എന്ന് പറയുന്നത് integral over d. ഒരു മിനിറ്റ്. യെസ്, del u dot del v is dx dy is equal to integral over dou n v dou n u ds minus integral over d v del u dx. ഇതൊക്കെ ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതിയാകും, പ്രൂഫ് ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. നെക്സ്റ്റ് ഒരു തിയറമാണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ഡി ബി എ സ്മൂത്ത് ഡൊമൈൻ ആണ് എന്നുണ്ടെങ്കിൽ, സ്മൂത്ത് എന്ന് പറയുന്നത് ഓപ്പൺ കണക്റ്റഡ് ഡൊമൈൻ ഇൻ R2. കണക്റ്റഡ് ഡൊമൈൻ ആണെങ്കിൽ ഡിർലെ പ്രോബ്ലം നമ്മൾ ഡിറിച്ലെറ്റ് പ്രോബ്ലം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിന്റെ എല്ലാം പി ഡി എന്ന് പറയുന്നത് ദിസ് ഡെൽറ്റ യു, അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ്
എക്സ് കോമ വൈ. ഇതിൽ നിന്ന് ഈ ബൗണ്ടറി കണ്ടീഷനും ഇനിഷ്യൽ കണ്ടീഷനും മാറുന്നതനുസരിച്ചാണ് ഡിറിച്ലെറ്റ് പ്രോബ്ലം, ദിസ് പ്രോബ്ലം ഓഫ് തേർഡ് കൈൻഡ് ആൻഡ് ദിസ് ന്യൂമാൻ പ്രോബ്ലം എന്നിവയൊക്കെ നമ്മൾ തിരിച്ചത്. ഈ ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്ത ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സം ജി ഓഫ് എക്സ് വൈ. ഇതെല്ലാം ബൗണ്ടറിയിലുള്ള കണ്ടീഷൻസ് ആണ്. ദിസ് എക്സ് വൈ ബിലോങ്സ് ടു ദ ബൗണ്ടറി ഡോ ഡി. ആൻഡ് ദിസ് പ്രോബ്ലം ഓഫ് തേർഡ് കൈൻഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് യു പ്ലസ് ഡോ എൻ യു ഇൻറ്റു സം ആൽഫ ഈസ് ഈക്വൽ ടു this g of x comma y, this x comma y belongs to dou d. ഇനി ന്യൂമാൻ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് this dou n u is equal to g of x comma y provided x comma y belongs to dou d. ഈ ബൗണ്ടറിയിലുള്ള ഇൻഫർമേഷൻ ആണ് ഈ മൂന്ന് കേസിലും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് ഡിറിച്ലെറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അതിനും അറ്റ്മോസ്റ്റ് വൺ സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. ഒന്നുകിൽ സൊല്യൂഷൻ ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കാണും. ഇഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻ ദ പ്രോബ്ലം ഓഫ് തേർഡ് കൈൻഡിന്റെ കണ്ടീഷൻ ഞാൻ എഴുതി. ഇവിടെ ഒരു ആൽഫ ഉണ്ട്. ഈ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലും ഇതിനും അറ്റ്മോസ്റ്റ് വൺ സൊല്യൂഷൻ ആയിരിക്കും. ന്യൂമാൻ പ്രോബ്ലത്തിന് അതേപോലെ ദെൻ ന്യൂമാൻ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു സൊല്യൂഷൻ യു കിട്ടിയാലും നെക്സ്റ്റ് സൊല്യൂഷൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഈ റിയൽ നമ്പറിൽ നിന്ന് ഓരോ സിയും എടുത്തിട്ട് ദിസ് യു പ്ലസ് സി എഴുതി നമുക്ക് പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് ഏത് രണ്ട് സൊല്യൂഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ബി പാർട്ട് പ്രൂവ് ചെയ്യുന്നു. ബി പാർട്ടിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ദിസ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0യും ഇൻക്ലൂഷൻ ഇവിടെ വരും. ആൽഫ ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ തേർഡ് കൈൻഡിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. വെൻ ആൽഫ ഈസിക്കൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ ടൈം ഫുൾ അങ്ങ് പോകും. യു ഈസിക്കൽ ടു ജി ഓഫ് എക്സ് വൈ. അതായത് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു, അതായത് നമ്മൾ ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിൽ എത്തിച്ചേർന്നു. അതായത് ബി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആൽഫ ഈസിക്കൽ ടു 0 സബ് പാർട്ടായിട്ട് ഒരു സബ്സെക്ഷൻ ആയിട്ട് എയും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബി എ കംസ് അണ്ടർ ബി if alpha is equal to 0. So we will prove the we will look on the proof of the part B. Part B പ്രൂവ് ചെയ്യുകയാണ്. അറ്റ്മോസ്റ്റ് വൺ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ സൊല്യൂഷന് കാണത്തില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. രണ്ട് സൊല്യൂഷൻ U1ഉം U2 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ V എന്ന് പറഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ് U1 മൈനസ് U2. then V will be harmonic on first എന്ന് പറയുന്നത് V is harmonic on D. ചെയ്ത് നോക്കാം. del V is equal to del U1 minus del U2 ആണ്. del U1 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. del U1 U2ന്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് del U1 f of x y ആയിരിക്കും. del U2 ക്യാപിറ്റൽ F of x, y ആയിരിക്കും. അത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ capital F of x comma y minus capital F of x comma y is equal to 0. അതായത് del v equal to 0. del v equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാർമോണിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് del v equal to del v അല്ല delta v is equal to 0 എന്ന് പറയുന്നത്. ദിസ് delta v is equal to 0 ആയിട്ട് പിന്നെ നമുക്ക് എന്തുകൊണ്ടുണ്ട്? സെക്കൻഡ് ബി പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ബി പാർട്ടിൽ നമുക്ക് ദിസ് we have this yes the condition ഉണ്ട്. ബി പാർട്ടിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് U1 പ്ലസ് ആൽഫ ഡോ എൻ U1 is equal to G of xy and this U2 plus alpha dou n U2 is equal to G of x comma y. This x comma y is the information on boundary dou D. And this now we will look on this 1 minute. Yes, this V on boundary നമ്മൾ നോക്കുന്നു. V on boundary ഇവിടെ നമുക്ക് നോക്കാം. ജസ്റ്റ് V on boundary നോക്കുമ്പോൾ V is equal to U1 minus U2 ആണ്. is equal to this U1 plus alpha dou n U1 is equal to G of xy. അങ്ങനെയാണ് U1 എന്തായിരിക്കും? G of xy minus alpha dou n
u1. This u1 can be written as g minus alpha dou n u1. This minus അതുപോലെ u2 എഴുതുമ്പോൾ g മൈനസ് ആൽഫ ഡോ എൻ u2. ഇതിൻ്റെ മീനിങ് എന്താ? ജി മൈനസ് ജി ക്യാൻസൽ ആയി പോയിട്ട് മൈനസ് ആൽഫ ഡോ എൻ ഇൻറ്റു u1 മൈനസ് u2 എന്ന് പറഞ്ഞിട്ട്, അതായത് മൈനസ് ആൽഫ ഡോ എൻ u1 ഇവിടെ ഉണ്ട്, മൈനസ് ആൽഫ ഡോ എൻ u2 ഇവിടെ ഉണ്ട്. ദിസ് മൈനസ് കംസ് ഹിയർ. So we will get v is equal to minus alpha dou n. This u1 minus u2 is v. So we will get v plus alpha dou n v is equal to 0. That is we have got the like this, and we have del v equal to 0. So we arrived at a new PDE problem, and we will now substitute this u as v in the third Green's identity. What is third Green's identity? Third Green's identity is here when u is replaced by v. What we will get? Integral over d. This u is replaced by v, so del v comes here, dot del v, mod del v whole square dx dy, because we have in vector calculus del v dot del v is equal to mod del v സ്ക്വയർ ആണ്. അത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെയും മോഡുലസിൻ്റെയും തമ്മിലുള്ള റിലേഷൻ ആണ്, വെക്ടർ കാൽക്കുലസിലുള്ള റിസൾട്ട് ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് ഹിയർ ആൻഡ് ഇൻ്റഗ്രൽ ഡോ ഡി ദിസ് v remains here, dou n v ds minus integral over d this v delta, this u is replaced by v, so delta v dx dy. Delta v v harmonic ആയതുകൊണ്ട് delta v യുടെ ആൻസർ നമുക്കറിയാം, delta v is equal to 0 ആണ്. So this full part becomes 0 and this part remains, and this in here v can be replaced by this so we will get like this, and v is replaced by right hand side, we will get like this, v is replaced by yes this this v is replaced by v is equal to, from here v is equal to minus alpha dou n v. So here here we will get integral dou d, v is replaced by minus alpha dou n v into this dou n v comes here, dou n v ds. But we will get integral dou d minus alpha dou n v the whole square, dou n v the whole square ds. That is we you have written, it is here, it is dou minus alpha dou n v, കാരണം v നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് മൈനസ് ആൽഫ ഡോ എൻ വി ഇൻറ്റു ഡോ എൻ വി ആണ്, ഇവിടെ അത് തിരുത്തിക്കോണം കേട്ടോ, ഡി എസ്, since from this condition. So we will get like this, and while looking on the left hand side, this modulus square is, this is a positive term, and this is also positive, alpha positive, and dou n v whole square is positive, but here is negative. So LHS is positive and RHS is negative, means that both the sides are 0. Both the sides must vanish, and this is equal to 0. So from left hand side we will get del v equal to 0 on where this d, and on right hand side we will get dou n v equal to 0, because alpha is not equal to 0 here. If alpha is equal to 0, then what we will get from this condition, we are evaluating right hand side on boundary dou d. So what is v on boundary is minus alpha dou n v. If alpha is equal to 0 also, then v will be get, this will become 0, so v will become 0. If alpha not equal to 0, then dou n v becomes 0. In either case, if alpha is equal to 0, we will end up in v is equal to 0. If dou n v is equal to 0, we will also end up in this part is equal to 0. So minus alpha
into 0 is equal to 0. In both the case, we will end up in v is equal to 0, implies v is equal to 0 on dou d. So from left hand side, we will get del v is equal to 0 in d, and right hand side, we will get v is equal to 0 on dou d. That is del v is equal to 0 in d means in a domain and a smooth domain, open connected domain, the del v is equal to 0 in this in a result in multivariable calculus, we have v is a constant in d. This implies, and this alpha dou n v is equal to minus v is equal to 0 on dou d means this v is equal to 0 on this boundary dou d, it vanishes on dou d. So this and v is harmonic, and from maximum principle, v attains its maximum and minimum on the boundary. So ബൗണ്ടറിയിൽ ഈ വിയുടെ വാല്യൂ വാനിഷസ് സീറോ ആണെന്ന് നമുക്കറിയാം. മാക്സിമം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിയുടെ മാക്സിമവും മിനിമവും വരുന്നത് ബൗണ്ടറിയിലാണ്. അപ്പം മിനിമം പിയുടെ മിനിമം സീറോ ആയിരിക്കും, മാക്സിമം എന്ത് തന്നെ ആയിരിക്കും, സീറോ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് വി ഈസ് ഐഡന്റിറ്റി ഈക്വൽ ടു സീറോ. സോ വാട്ട് ഈസ് വി? വി ഈസ് ഈക്വൽ ടു u1 minus u2. ദിസ് ഐഡന്റിറ്റി ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് u1 ഈസ് ഈക്വൽ ടു u2. സോ ഇതാണ് ബി പാർട്ടിന്റെ പ്രൂഫ്. ആൽഫ ഈസ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ നമ്മൾ ഡിറിച്ലെറ്റ് നമ്മുടെ കണ്ടീഷൻ ഓഫ് തേർഡ് കൈൻഡിൽ നിന്ന് നമ്മൾ ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിലേക്ക് പോകും. അന്നേരവും ഇത് തന്നെയാണ് പ്രൂഫായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഈ ബി പാർട്ട് പ്രൂവ് ചെയ്തിട്ട് ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു സീറോ ദെൻ വി വിൽ എൻഡ് അപ്പ് ഇൻ ഡിറിച്ലെറ്റ് പ്രോബ്ലം ആൻഡ് ദ സെയിം പ്രൂഫ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇനി പാർട്ട് സി. പാർട്ട് സിയിൽ പറയുന്നത് ന്യൂമാൻ പ്രോബ്ലത്തിൻ്റെ ഏത് രണ്ട് സൊല്യൂഷൻ തമ്മിൽ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ന്യൂമാൻ പ്രോബ്ലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ന്യൂമാൻ പ്രോബ്ലത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻ ഡോ എൻ യു ഇസ് ഈക്വൽ ടു ജി ആണ്. ഡോ എൻ ടു യു ഇസ് ഈക്വൽ ടു ജി. അപ്പം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ വി ഇസ് ഈക്വൽ ടു u1 മൈനസ് u2, രണ്ട് സൊല്യൂഷൻ u1 u2 ഉണ്ട്. വി എന്ന് പറയുന്ന പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. വി ഇസ് ഈക്വൽ ടു u1 മൈനസ് u2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ എൻ u1 എന്തായിരിക്കും? ജി ആയിരിക്കും. ഡോ എൻ u2 ജി ആയിരിക്കും, കാരണം u1 u2 ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ്. സോ വാട്ട് വിൽ വി ഗെറ്റ്? ആൻഡ് ദിസ് നേരത്തെ ചെയ്ത അതേ പ്രൊസീഡിങ് തന്നെ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ ഫോർമിൽ വരും, റൈറ്റ് ഹാൻഡ് സൈഡ് ദിസ് ഫോമിലും വരും. ആൻഡ് ദിസ് ഓക്കെ, 1 minute. വാട്ട് ഈസ് ദിസ് ഡോ എൻ വി ഹിയർ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ വന്നിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡ് ഈ രൂപത്തിൽ വരും. ബട്ട് ഈ സെയിം പ്രൂഫ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇവിടെ വരെ അത് തന്നെയാണ്. എന്നിട്ട് ഡോ എൻ വി കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടുന്ന്. വാട്ട് ഈസ് ഡോ എൻ വി? ഡോ എൻ വി എന്ന് പറയുന്നത് ഡോ എൻ u1 മൈനസ് u2 ആണ്. വാട്ട് ഈസ് ഡോ എൻ u1? ഡോ എൻ u1 മൈനസ് ഡോ എൻ u2 ആണ്. വാട്ട് ഈസ് ഡോ എൻ u1? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോ എൻ u1 is equal to g and dou n u2 is equal to g. So we will end up in dou n v is equal to dou n u g minus g is equal to 0. So dou n v is equal to 0. So right hand side here becomes 0. So this full term will vanish. So we will get integral over d del v whole square dx dy is equal to 0. So we will get end up like this. What does this implies? This is a square term and this is a positive term, and integral over this dx dy is equal to 0 means this del v is equal to 0 on d. Del v is equal to 0 on d. So what does this mean? Del v is equal to 0 on v means v is a constant, right? V is a constant means what is v? u1 minus u2 is a constant. So what will we get? Any two solutions of this problem is difference is constant. That is, any solution u1 can be written as u2 plus constant. That is the third result that you have proved. അപ്പോൾ ഇത് അത്രയാണ് ഇതിൻ്റെ പ്രൂഫായിട്ട് വരുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ ദി ഹീറ്റ് ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇത് 3-dimensional സ്പേസിലുള്ള ഹീറ്റ് ഇക്വേഷൻ ആണ് വരുന്നത്. കൺസിഡർ ദ ഹീറ്റ് ഇക്വേഷൻ ഫോർ ദി ഫംഗ്ഷൻ u of x y z. സ്പേസിൽ 3 വേരിയബിൾസ് ആണ്, x y z t and 3-dimensional bounded domain d, and this ut is equal to k del u. ഇതാണ് ഹീറ്റ് ഇക്വേഷൻ. This 3-dimensional heat equation. 3-dimensional. And this del v, what is this del v? Is equal to uxx plus uy plus uyy plus uz. ഇനി
ഈ കേസിലും നമ്മൾ മാക്സിമം പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് മാക്സിമം ബൗണ്ടറിയിലാണ് അറ്റൈൻ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ കൂടെ 2 ഡയമെൻഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബൗണ്ടറി ഒക്കെ ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ 3 ഡയമെൻഷനാണ് ബൗണ്ടറി വരച്ച് കാണിക്കുന്നത്, ഇമ്പോസിബിൾ ആണ്. സോ വി വിൽ ക്രിയേറ്റ് എ ബൗണ്ടറി ദാറ്റ് ഈസ് വി ഡിഫൈൻ ഹിയർ വി ഡിഫൈൻ എ ഡൊമൈൻ. നേരത്തെ നമ്മൾ ഡി ആയിരുന്നു ഡൊമൈൻ, ഇവിടെ അതുപോലെ വേറൊരു ഡൊമൈൻ ഡിഫൈൻ ചെയ്യാണ്, ക്യൂ ടി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി 4 tuple xyz t, and xyz belongs to the domain 3 dimensional domain, space domain. And this t variable, fourth variable, is the time variable, runs from 0 to a bounded t. And this time interval 0 t is arbitrary. This time interval is arbitrary. This is full stop here. And the വി ഡിഫൈൻ പുതിയൊരു ബൗണ്ടറി, നമ്മൾ 4th ഡയമെൻഷൻ ആയതുകൊണ്ട് സാധാരണ രീതിയിൽ ബൗണ്ടറി ഒന്നും നിർമ്മിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു പുതിയ രീതിയിലൊരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യും, പാരാബോളിക് ബൗണ്ടറി ഓഫ് ക്യൂ ടി എന്നാണ് അതിന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യൂ ടി ആണ്, ഡി ഈസ് ഈക്വൽ ടു ക്യൂ ടി. ഇനി ഇതിന് ഡോ ഡി ഓഫ് ക്യൂ ടി കണ്ടുപിടിക്കും. അതിനെ നമ്മൾ ഡോ പി ക്യൂ ടി എന്ന സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് സത്യത്തിൽ ക്യൂ ടിയുടെ ദിസ് ക്യൂറ്റിയുടെ ബൗണ്ടറി എന്ന് പറയുന്നത് 3 സെറ്റുകൾ ഡി യൂണിയൻ ആണ്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഡി ക്രോസ് സെറ്റ് 0, ഇതാണ് ഫസ്റ്റ് സെറ്റ് യൂണിയൻ. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് ബൗണ്ടറിയുടെ ക്രോസ് പ്രോഡക്റ്റ് വിത്ത് 0 ടി യൂണിയൻ. ഒരെണ്ണോടെ വരും ഡി ക്രോസ് സെറ്റ് ടി വരും. ഇതിനെ നമ്മൾ ദിസ് ടോപ്പ് കവർ എന്നാണ് വിളിക്കുന്നത്, ടോപ്പ് കവർ. ഇതെല്ലാം 4th ഡയമെൻഷൻ മൾട്ടി വേരിയബിളിലുള്ള ബൗണ്ടറി കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ നിന്ന് ഈ 3 സെറ്റിൽ നിന്ന് 2 സെറ്റ് മാത്രം എടുക്കുന്നു, ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും, അതിൻ്റെ യൂണിയൻ എടുക്കുന്നു. അതിൻ്റെ യൂണിയൻ എടുത്ത് ഇങ്ങനെ കിട്ടും. അതിനെ നമ്മൾ പ്രത്യേക പേരിട്ട് വിളിക്കും. ആ പേരാണ് പാരാബോളിക് ബൗണ്ടറി ഓഫ് ദിസ് ക്യൂ ടി. ക്യൂ ടി ആണ് നമ്മുടെ ഇവിടുത്തെ ഡൊമൈൻ. ഈ ഡൊമൈൻ്റെ പാരാബോളിക് ബൗണ്ടറി ആണ് ദിസ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡോ പി ക്യൂ ടി എന്ന് വെച്ചിട്ടാണ്. ഇനി നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഇനി നമ്മൾ സി എച്ച് എന്ന് പറയുന്ന പുതിയൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. സി എച്ച് ഡിനോട്ട്സ്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഒരു മിനിറ്റ്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ദിസ് വി ഡിനോട്ട്, ഒരു മിനിറ്റ്, we denote by ch the class of functions that are twice differentiable in qt. qt ആണ് നമ്മുടെ ഡൊമൈൻ with respect to the variable x, y, z, once differentiable with respect to t. t-ൽ x, y, z-ൽ twice differentiable, t-ൽ once differentiable and continuous in qt. And അതാണ് സി എച്ച് എന്ന് പറയുന്ന സ്പേസിൻ്റെ പ്രത്യേകത. അവിടെയുള്ള ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് വേരിയബിൾസിൽ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, ക്യൂ ടിയിലെ പോയിന്റ്സിലെല്ലാം ഡെറിവേറ്റീവ് ഉണ്ടാവണം, പിന്നെ ടിയിൽ വൺസ് ഡിഫറൻഷ്യബിൾ ആവണം, പിന്നെ ഈ ക്യൂ ടിയിൽ കണ്ടിന്യൂസും ആവണം. ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് സി എച്ച് എന്ന് വിളിക്കുന്നത്. യു ബിലോങ്സ് ടു ദി. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത് ദിസ് let u belongs to നമ്മൾ പറഞ്ഞ ക്ലാസ്സിന് സി എച്ച് ബി എ സൊല്യൂഷൻ ടു ദി ഹീറ്റ് ഇക്വേഷൻ 1 for 3 dimensional heat equation. This 3 dimensional heat equationന്റെ സൊല്യൂഷൻ ആണ് in qt, this domain d is equal to qt, then u, this solution achieves its maximum or minimum on this parabolic boundary. അതായത് 3 dimensional heat equationന്റെ സൊല്യൂഷൻ അതിൻ്റെ മാക്സിമവും മിനിമവും നമ്മുടെ പാരാബോളിക് ബൗണ്ടറിയിലായിരിക്കും അച്ചീവ് ചെയ്യുക. ഇതാണ് നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു ചെറിയ ലെമ്മ പോലെ പ്രൂവ് ചെയ്യും. അതിൻ്റെ പേരാണ് പ്രൊപ്പോസിഷൻ 7.16. നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുന്നു സി എച്ചിൽ, സാറ്റിസ്ഫൈങ് വി ടി മൈനസ് കെ ഡെൽറ്റ വി ലെസ് ദാൻ 0. ഈ സ്മോൾ കെ, ഇവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന സ്മോൾ കെ തന്നെയാണ് നമ്മുടെ ഹീറ്റ് ഇക്വേഷനിലുള്ള സ്മോൾ കെ. in qt, നമ്മുടെ ഡൊമൈൻ, then v has no local maximum in qt. qtയിൽ ലോക്കൽ മാക്സിമം ഇല്ല. ലോക്കൽ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ടെങ്കിൽ അതിൻ്റെ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ സാധിക്കും, സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിലെ പോയിന്റ്സുകളുടെ എല്ലാം വി വാല്യൂസിനെക്കാട്ടിലും ഉയർന്നതായിരിക്കും ഈ സെൻറ്റർ പോർഷനിലുള്ള പോയിന്റിൻ്റെ വി വാല്യൂ. ഇസ് ലോക്കൽ മാക്സിമം ഇൻ qt. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സി എച്ചിലുള്ള വി എന്ന് പറയുന്ന ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഇല്ല
ലോക്കൽ മാക്സിമം ക്യൂ ടിയിലില്ല, പക്ഷേ എവിടെയുണ്ട്? വി അച്ചീവ്സ് ഇറ്റ്സ് മാക്സിമം ഇൻ ദി പാരാബോളിക് ബൗണ്ടറി ഡോ പി ക്യൂ ടി. അതാണ് ജസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇഫ് വി ഹാസ് എ ലോക്കൽ, ജസ്റ്റ് നോക്കാം, വി ഹാസ് എ ലോക്കൽ മാക്സിമം, നമ്മൾ കോൺട്രഡിക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. വി ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് സം ക്യൂ ബിലോങ്സ് ടു ക്യൂ ടിയിൽ ഉണ്ടെന്ന് പറയുന്നു. ദെൻ വാട്ട് വിൽ വി ഗെറ്റ്? ഏതെങ്കിലും ഒരു പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ടെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം സീറോ ആയിരിക്കും. അതായത് വി എക്സ്, വി വൈ, വി സെഡ്, വി ടി എല്ലാം സീറോ ആയിരിക്കും. അത് കാൽക്കുലസിലെ ഒരു റിസൾട്ട് ആണ്. അപ്പോൾ ക്യൂവിലാണ് ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് പറയുന്നത്. സോ വി ടി അറ്റ് ക്യൂ വിൽ ബി ഈക്വൽ ടു സീറോ. വാട്ട് ഈസ് ദിസ് വി ടി? അതായത് നമുക്ക് ഈ വി എടുത്തിരിക്കുന്നത് ദിസ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണ്. അതായത് വി ടി മൈനസ് കെ this delta v less than 0. This vt is equal to 0. What will be indicate? This minus k delta v less than 0. Minus kv delta than less than 0. But this implies that k delta v greater than 0. This delta v greater than 0. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ക്യൂവിൽ ലോക്കൽ മാക്സിമം ഉണ്ടെങ്കിൽ അവിടുത്തെ ഡെൽറ്റ വി എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആയിരിക്കും. അത് കാൽക്കുലസിലെ ഒരു റിസൾട്ട് ആണ്, മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ ഒരു റിസൾട്ട് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടി ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് ഡെൽറ്റ വി ഓഫ് ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ, ബിക്കോസ് ഫ്രം ദിസ് കണ്ടീഷൻ ആൻഡ് ദിസ് ക്യൂ ഈസ് ടേക്കൺ ആസ് ലോക്കൽ. അതായത് ലോക്കൽ മാക്സിമത്തിൽ നമുക്ക് ഡെൽറ്റ വി പോസിറ്റീവായിട്ടാണ് കിട്ടിയത്, പക്ഷേ കിട്ടേണ്ടത് നെഗറ്റീവായിട്ടായിരുന്നു. മാക്സിമത്തിൽ എപ്പോഴും നെഗറ്റീവാണ് വരുന്നത്. സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംഷൻ ഈസ് റോങ്. സോ വി ഡസ് നോട്ട് ഹാവ് എ ലോക്കൽ മാക്സിമം അറ്റ് ക്യൂ ടി. അതായത് ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. വി ഹാസ് നോ ലോക്കൽ മാക്സിമം ഇൻ ക്യൂ ടി. പിന്നെ എവിടെ? അപ്പോൾ ക്യൂ ടിയിലില്ല, പിന്നെ എവിടെയായിരിക്കും? ക്യൂ ടിയുടെ ബൗണ്ടറീസിലായിരിക്കും ഉണ്ടാവുക. ക്യൂ ടിയിലെ ബൗണ്ടറീസ് ആരൊക്കെ ചേർന്നിട്ടാണ്? ഡി ക്രോസ് എറ്റ് സീറോ, ഡോ ഡി ക്രോസ് സീറോ ടി, ഡി ക്രോസ് ടി. ഇതാണ് ക്യൂ ടിയുടെ ബൗണ്ടറി. ഇതിൽ നിന്ന് രണ്ട് സെറ്റുകളെ മാത്രം എടുക്കുമ്പോഴാണ് പാരാബോളിക് ബൗണ്ടറി നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ കാണിക്കേണ്ടത്, ഈ തിയറത്തിൽ കാണിക്കേണ്ടത്, പ്രൊപ്പോസിഷനിലുണ്ട് ഇത് പാരാബോളിക് ബൗണ്ടറിയിൽ ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെ ഇല്ലെന്ന് പ്രൂവ് ചെയ്യണം? ഈ തേർഡ് സെറ്റിലും കൂടെ ഇല്ലെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ക്യൂ ടിയിൽ ഇല്ലെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, അതുപോലെ തേർഡ് സെറ്റിലും കൂടെ ഇല്ലെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കാരണം സി എച്ചിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അവിടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് ഇൻ എ ക്ലോസ്ഡ് ഡൊമൈൻ ക്യൂ ടി ക്ലോഷർ ദിസ് കോമ്പാക്ട് സെറ്റ് ആയിരിക്കും. ഈ വി കണ്ടിന്യൂസ് സെറ്റ് ഓൺ എ കോമ്പാക്ട് സെറ്റ് അറ്റൈൻസ് മാക്സിമം. അപ്പോൾ എവിടെയെങ്കിലും മാക്സിമം അറ്റൈൻ ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടു ഇന്റീരിയർ പോർഷനിലൊന്നും മാക്സിമം അറ്റൈൻ ചെയ്യുന്നില്ല, പിന്നെ എവിടെയായിരിക്കും? ബൗണ്ടറിയിലായിരിക്കും പിന്നെ അച്ചീവ്. ദാറ്റ് ഈസ് ഇറ്റ്സ് മാക്സിമം ഈസ് അച്ചീവ്ഡ് സംവെയർ ഓൺ ദി ബൗണ്ടറി ഡോ ക്യൂ ടി. If the maximum is achieved at a point q is equal to xyz z0 t, അതായത് ദിസ് ഓപ്പൺ കവറിലെ, അതായത് ഞാൻ പറഞ്ഞു ബൗണ്ടറിയിലായിരിക്കും അച്ചീവ് ചെയ്തെന്ന് നമ്മളിപ്പം തെളിയിച്ചു കഴിഞ്ഞു, അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ബൗണ്ടറിയിലെ ഈ പോർഷനിൽ ഇല്ല എന്ന്, അതായത് ടോപ്പ് കവറിൽ ഇല്ല എന്നുകൂടെ പ്രൂവ് ചെയ്താലേ എവിടെ വരത്തുള്ളൂ? ഈ പാരാബോളിക് ബൗണ്ടറിയിൽ നമ്മുടെ മാക്സിമവും വരത്തുള്ളൂ. കാരണം പാരാബോളിക് ബൗണ്ടറി ഇതും മാത്രം ചേർന്നാണ്, ഇതില്ല. അപ്പോൾ ഈ പോർഷനിൽ ഇല്ല എന്നുകൂടി തെളിയിക്കണം. നമ്മൾ ഉണ്ടെന്നും പറഞ്ഞു ഏതോ ഒരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ക്രോസ് ഇസഡ് നോട്ട് കോമ ടി വരും. അങ്ങനത്തെ പോയിന്റ്സ് അല്ലേ ഏതാണ്ട് ഇതിനകത്ത് വരുന്നത്. ഡി ക്രോസ് പ്രോഡക്റ്റ് വിത്ത് ടൈം ടി. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ പോയിന്റ് അങ്ങനെ എടുക്കുന്നു, അവിടെ മാക്സിമം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ദറ്റ് ഈസ് എലമെന്റ് ഓഫ് ഡി ക്രോസ് സെറ്റ് ടി. ദെൻ ഇതൊരു കാൽക്കുലസിലെ ഒരു റിസൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വേരിയബിൾ ടി ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ് ഇവിടെ. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് സീറോ, ടൈം എടുത്തിരിക്കുന്നത് സീറോ ലെസ് ദാൻ ടി ലെസ് ദാൻ ടു ക്യാപിറ്റൽ ടി ആണ്. ഈ ക്യാപിറ്റൽ ടി ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വി ടി ഓഫ് ക്യൂ, അത് മൾട്ടി വേരിയബിളിലെ ഒരു റിസൾട്ട് ആണ്. ടൈം ഡെറിവേറ്റീവ് അറ്റ് ദിസ് ക്യൂ വിൽ ബി positive. What is this time derivative will be positive means that this ഇങ്ങനത്തെ ഫംഗ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. വി ടി മൈനസ് കെ ഡെൽ വി ലെസ് ദാൻ സീറോ, വി ടി ലെസ് ദാൻ കെ ഡെൽ വി നമുക്ക് കിട്ടും, ഡെൽറ്റ വി എന്ന് കിട്ടും. വി ടി ഈ പോയിന്റിൽ ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ വി വിൽ ഗെറ്റ് 0 less than vt is greater than 0, so we will get 0 less than k del v എന്ന് കിട്ടും ഇതിൽ നിന്ന്. കാരണം vt is greater than 0 ആണ്, നമുക്ക് ഇങ്ങനെ എഴുതി.
കെ പോസിറ്റീവ് ആണ്, ദിസ് മീൻസ് ആറ്റ് സീറോ ലെസ് ദാൻ ഡെൽ വി. വീണ്ടും നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടി, ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ സീറോ. മാക്സിമം പോയിന്റിൽ ഒരിക്കലും ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ സീറോ വരത്തില്ല, ഡെൽറ്റ വി ലെസ് ദാൻ സീറോയെ വരുള്ളൂ. അതുകൊണ്ട് നമ്മളെടുത്ത അസംഷൻ റോങ് ആണ്. അതായത് ഇങ്ങനെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ പോയിന്റിൽ മാക്സിമം അറ്റൈൻ ചെയ്യത്തില്ല. അതായത് ഈ ഓപ്പൺ ഈ സെറ്റിലെ തേർഡ് സെറ്റിലെ ഒരു പോയിന്റിലും അസ്യൂം മാക്സിമം വരത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം തെളിയിച്ചത് ഡൊമൈനിൽ നമ്മുടെ ക്യൂ ടിയിലൊന്നും വരത്തില്ല, പിന്നെ ഈ ടോപ്പ് കവർ ഡി ക്രോസ് ടിയിലും വരത്തില്ല, പിന്നെ എവിടെ വരത്തുള്ളൂ, ഇവിടെ ഈ ബാക്കിയുള്ള ബൗണ്ടറി പോയിന്റ്സ് ആയി ഇവിടെ മാത്രമേ വരത്തുള്ളൂ. ഇതിനെ ഒരു പേരിട്ട് നമ്മൾ വിളിച്ചു പരാബോളിക് ബൗണ്ടറി ഡോ ഡി എന്ന് വിളിച്ചു. അപ്പം നമ്മുടെ ഈ ഇടയ്ക്കുള്ള ഈ ലെമ്മയുടെ പ്രൂഫ് ഇവിടെ വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ തിയറത്തിലേക്ക് പോവുകയാണ്. മെയിൻ തിയറമാണ് നമ്മുടെ മാക്സിമം മിനിമം പ്രിൻസിപ്പിൾ ഫോർ ഹീറ്റ് ഇക്വേഷൻ. ഇതാണ്. ഓക്കെ, ദിസ് മാക്സിമം അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ റിട്ടേണിംഗ് ടു ദ മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, വി ഡിഫൈൻ വി such that u minus epsilon t. Now this നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നൗ ഒരു മിനിറ്റ്, യെസ്, ഇവിടെ നമുക്ക് പറയാൻ പറ്റും v is equal to u minus epsilon t ആണ്. എപ്സിലോൺ പോസിറ്റീവ് ആണ്, ടൈമും പോസിറ്റീവ് ആണ്, സോ ഇറ്റ് വിൽ ബി ലെസ് ദാൻ u. സോ ഈ പാരാബോളിക് ബൗണ്ടറിയിലെ മാക്സിമം ഓഫ് v, ഫ്രം ഹിയർ വി ഗെറ്റ് v ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു u. ഇവിടെ നമുക്ക് എഴുതാം മാക്സിമം on this parabolic boundary dou pqt, this v will be less than or equal to maximum dou pqt u. അതിനൊരു പേര് വിളിച്ചു, ക്യാപിറ്റൽ എം എന്ന് വിളിച്ചു. അതാണ് ഇവിടെ നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി യു ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അതായത് യു ടി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ യു എന്നത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ വി ടി മൈനസ് കെ ഡെൽറ്റ വിയുടെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. വി നമുക്കറിയാം യു മൈനസ് എപ്സിലോൺ ടി ആണ്. അങ്ങനെ വി ടി എന്ത് വരും, യു ടി മൈനസ് എപ്സിലോൺ എന്ന് വരും. സോ ദിസ് വി ടി ഈസ് റീപ്ലേസ്ഡ് ബൈ യു ടി മൈനസ് എപ്സിലോൺ മൈനസ് കെ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ദിസ് വി ഈസ് ഈക്വൽ ടു യു മൈനസ് എപ്സിലോൺ ടി ആണ്. അങ്ങനെയാണ് ഡെൽറ്റ വി എന്ത് വരും, ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ എപ്സിലോൺ ടി is equal to ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ എപ്സിലോൺ ടി. എന്താ ഡെൽറ്റ എന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഇതിൽ എക്സ് എക്സിലും വൈ വൈയിലും ഇസഡ് ഇസഡിലും സ്പേസ് വേരിയബിൾസിൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇത് ടൈം വേരിയബിളിൻ്റെ ഒരു ഫാക്ടറാണ്, സോ ഇറ്റ് വിൽ ബിക്കം സീറോ. സോ del v is equal to del u. So this k del v minus k del v is replaced by minus k del u. So ut minus k del u, and this minus epsilon goes here. So ut minus k del u, what is this? This is u satisfies heat equation ayadonde ut minus k del u is equal to 0. So this will become 0 and minus epsilon remains here. Epsilon is positive, so minus epsilon is less than 0. What we will get is that vt minus k del v less than 0 in qt. അപ്പോൾ നമ്മുടെ ഈ പ്രൊപ്പോസിഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് പ്രൊപ്പോസിഷൻ v എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സച്ച് ദാറ്റ് vt മൈനസ് കെ ഡെൽറ്റ വി ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് അതിൻ്റെ പരാബോളിക് ബൗണ്ടറിയിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ദിസ് വി ഈസ് ഈക്വൽ ടു യു മൈനസ് എപ്സിലോൺ ടി ആയിട്ടാണ് എടുത്തത്. അത് നമ്മൾ വി ടി മൈനസ് ഇത് ആ പ്രൊപ്പോസിഷൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് വി അറ്റൈൻസ് ദിസ് മാക്സിമം ഓൺ ദിസ് പാരാബോളിക് ബൗണ്ടറി ഡോ പി ക്യു ടി. ഇവിടെയാണ് വി മാക്സിമം അറ്റൈൻ ചെയ്യുന്നത്. സോ ദിസ് ഇനി നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, നമ്മൾ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് 1 മിനിറ്റ്, v attains maximum on this parabolic boundary. So അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. So we can write this v value will be less than or equal to maximum of v value on the parabolic boundary dou p q t.
this maximum dop equity v നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. maximum of dop equity v will be less than or equal to this m. So this v will be less than or equal to capital M. This implies that v will be less than or equal to m for q t. കാരണം വി ആക്റ്റഡ് അപ്പോൺ ക്യൂ ടി. ക്യൂ ടിയിലെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഡൊമൈനിലെ പോയിന്റ്സിനെക്കാട്ടിലും വലുതായിരിക്കും ബൗണ്ടറിയിലെ ഏതോ ഒരു, ബിക്കോസ് വി അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം ഓൺ ദി ബൗണ്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡൊമൈനിലെ പോയിന്റ്സിനെക്കാട്ടിലും മാക്സിമം വാല്യൂ വരുന്നത് ബൗണ്ടറിയിലെ ഏതോ ഒരു പോയിന്റിലാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതിയത്. സോ ഇത് എങ്ങനെ എഴുതിയെന്ന് നേരത്തെ പറഞ്ഞു. ഓക്കെ, വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ക്യൂ ടി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി വി എന്താണ്? യു മൈനസ് എപ്സിലോൺ ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ക്യൂ പോയിന്റ്സ് ഇൻ ക്യൂ ടി. What does this means? This u will be less than or equal to m plus epsilon t for qt. This will be less than or equal to m plus epsilon capital T ആയിരിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ this 0 less than or equal to t less than or equal to capital T ആണ്. So u less than or equal to capital M plus epsilon T. This epsilon is arbitrary, so we can write this as u less than or equal to capital M. So this maximum value of u on ക്യൂ ടി, അതായത് ക്യൂ ടിയിലെ പോയിന്റ്സ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ യു വാല്യൂ എപ്പോഴും എമ്മിനെക്കാട്ടിലും താഴെയായിരിക്കും. വാട്ട് ഈസ് എം? വി ഹാവ് ഡിഫൈൻഡ് എം ആസ് ദി മാക്സിമം ഓഫ് യു on the parabolic boundary. So this maximum of this function u attains on parabolic boundary. So that is a proof. And next ഒരു theorem ഉണ്ട്. u1 and u2 രണ്ട് solution of the heat equation. This is the heat equation. Then and x y z belongs to d and 0 less than t less than t with the initial conditions u I is equal to 1 2. കാരണം 1ഉം 2 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് u1 is equal to f1 and u2 is equal to f2, and the boundary condition u1 is equal to h1, u2 is equal to h2, and we have set delta എന്ന് പറയുന്ന ഒരു വാല്യൂ ടെക്സ്റ്റിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. this u1 is equal to h1, this u2 is equal to h2, and this u1 is equal to f1, u2 is equal to f2, and on the domain x y z we have this u1 is equal to f1, and this boundary points x y z boundary points we have this one, and u1 and u2 be solutions of this heat equation, and we set നമ്മളൊരു നമ്പർ എടുക്കുന്നു ഡെൽറ്റ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഡി മോഡ് f1 മൈനസ് f2 പ്ലസ് മാക്സിമം ഡോ ഡി ടി ഗ്രേറ്റർ ദാൻ 0 h1 മൈനസ് h2 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നു മോഡ് u1 മൈനസ് u2 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഫോർ എക്സ് വൈ സെഡ് ടി ബിലോങ്സ് ടു ക്യൂ ടി ക്ലോഷർ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ദിസ് w എന്ന് പറഞ്ഞ് u1 മൈനസ് u2നെ w എന്ന് പറഞ്ഞെടുക്കുന്നു. ഈ w, what does this w? Now this wt minus k del w, what does this answer? Wt is equal to u1t minus u2t minus k into del u1 minus del u2 എന്ന് കിട്ടും. u2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദിസ് u1t മൈനസ് k del u1 മൈനസ് u2t മൈനസ് k del u2 എന്ന് കിട്ടും. u1t മൈനസ് k del u1 എന്ന് പറയുന്നത് f of xt ആണ്, കാരണം ഇതിൻ്റെ സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. മൈനസ് f of xt, that is equal to 0. That is wt is equal to k del w. It follows from here. So this is a heat equation we have proved, and we have proved the maximum principle for this heat equation. ഈ ഹീറ്റ് ഇക്വേഷന് നമ്മൾ മാക്സിമം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതാണ് ഈ രീതിയിൽ വരുന്ന 3 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷന് നമ്മൾ മാക്സിമം പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ ഫംഗ്ഷന്റെ മാക്സിമം എന്ന് പറയുന്നത് ബൗണ്ടറിയിലായിരിക്കും അറ്റൈൻ ചെയ്യുക. നമ്മുടെ പരാബോളിക് ബൗണ്ടറിയിൽ.
യെസ്, പാരാബോളിക് ബൗണ്ടറിയിലായിരിക്കും അറ്റൈൻ ചെയ്യുക നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എഴുതും ദിസ് 1 minute. Yes, this mod W will be less than or equal to mod U1 minus U2. Yes. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ദിസ് ഓൺ ദിസ് ബൗണ്ടറി ഡോഡി, ബൗണ്ടറിയിലാണ് ഇതിന് മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഓൺ ബൗണ്ടറിയിൽ U1 മൈനസ് U2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ബൗണ്ടറി നമ്മൾ നോക്കുക, ബൗണ്ടറി ഇതാണ്. അവിടെ U1 എന്ന് പറയുന്നത് H1ഉം U2 H2 ആണ്. അങ്ങനെ U1 മൈനസ് U2 എന്ന് പറയുന്നത് H1 മൈനസ് H2 ആയിരിക്കും. അതായത് മോഡ് U1 മൈനസ് U2 ഇസിക്കൽ ടു മോഡ് H1 മൈനസ് മോഡ് H2 ആയിരിക്കും. സോ ദിസ് from what is this implies here is that this will be sorry, 1 minute. This U1 minus U2 W satisfies this heat equation, so U1 minus U2 attains its maximum on boundary. So U1 minus U2 value will be less than or equal to this what is the boundary? Dou D cross T greater than 0. അതാണ് നമ്മുടെ ബൗണ്ടറി. ഡി ഇവിടെ ഉണ്ട്, 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ടി. അപ്പോൾ അതാണ് നമ്മുടെ ബൗണ്ടറി പോയിന്റ്സ് ആയിട്ട് വരുന്നത്. സോ മോഡ് U1 മൈനസ് U2 വിൽ ബി ഈക്വൽ ടു മാക്സിമം ഡോ ഡി ക്രോസ് ടി ഗ്രേറ്റർ ദാൻ 0. മോഡ് U1 മൈനസ് U2ൻ്റെ വാല്യൂ നമുക്കറിയാം, നമ്മൾ H1 മൈനസ് H2 ആണ്, ഓൺ ഡോ ഡി ക്രോസ് ടി ഗ്രേറ്റർ ദാൻ 0. സോ H1 മൈനസ് H2. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പം മോഡ് W ലെസ് അല്ലെങ്കിൽ മോഡ് U1 മൈനസ് U2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് മാക്സിമം H1 മൈനസ് H2. അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, മാക്സിമം ഓവർ ഡി മോഡ് F1 മൈനസ് F2. അപ്പം ഈ മോഡ് U1 മൈനസ് U2നെക്കാട്ടിലും വലുതാണ് ഈ സംഖ്യ, അതിനെക്കാട്ടിലും വലുതായിരിക്കും എന്ത്? വിൽ ബി ഒന്നുകൂടെ എഴുതാം, വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഡോ ഡി ക്രോസ് സെറ്റ് ടി ഗ്രേറ്റർ ദാൻ 0 മോഡ് H1 മൈനസ് H2 പ്ലസ് മാക്സിമം ഒരു പോസിറ്റീവ് നമ്പറും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. വിൽ ബി ഓൾബോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു നമ്പറിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് നമ്പർ കൂടെ ആഡ് ചെയ്യുമ്പോൾ മിക്കവാറും വലുതായിരിക്കും. സത്യത്തിൽ ഇതെന്താണ്? മാക്സിമം ഡോ ഡി ക്രോസ് ടി ഗ്രേറ്റർ ദാൻ 0 H1 മൈനസ് H2 പ്ലസ് മാക്സിമം ഡി F1 മൈനസ് F2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡെൽറ്റയാണ്. സോ ദിസ് U1 മൈനസ് U2 മോഡ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹിയർ ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. സോ U1 മൈനസ് U2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഫോർ U1 U2 Z ബിലോങ്സ് ടു Qt. ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഇതായിരുന്നു ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇനിയും ദിസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ദിസ് ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് UT മൈനസ് കെ ഡെൽറ്റ യു എഫ് എക്സ് ടി എന്ന് പറയുന്ന മെയിൻ ഇക്വേഷനും രണ്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഹീറ്റ് ഇക്വേഷനാണ് ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ PD എന്ന് പറയുന്നത് ഇതായിരിക്കും. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് U1 ഈസിക്കൽ ടു F1 ആൻഡ് U1 ഈസിക്കൽ ടു H1. U1 ഈസിക്കൽ ടു F1 ഫോർ പോയിൻറ്റ്സ് ഓൺ ഡൊമൈൻ D XYZ belongs to D, and U1 is equal to H1 for points belongs to boundary. ഇതാണ് ഫസ്റ്റ് സെറ്റ്. സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് PD ഇത് തന്നെ, ബൗണ്ടറി കണ്ടീഷൻ മാറുന്നുണ്ട്. U2 is equal to F2 on XY for points XYZ belongs to D, and U2 is equal to H2 for points that belongs to boundary dot D. So this
ഈ രണ്ട് സെറ്റും കൂടെ ടുഗദറായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റിൻ്റെയും സൊല്യൂഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഡെൽറ്റ ഈ നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് ഇതിൽ ഒരു സെറ്റ് മാത്രമേ ഉള്ളെന്ന് കൺസിഡർ ചെയ്യുക. അതായത് u1 ഈസ് ഈക്വൽ ടു അതിന് നമ്മൾ കോമൺ ആയിട്ട് ഇത് PDE പ്രോബ്ലവും u ഈസ് ഈക്വൽ ടു f1 on xy z belongs to D and this u is equal to h1 for boundary points, and this PDE problem is ut minus k delta u is equal to capital F of x t. ഇത് 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 മൂന്നൂടെ ചേർന്ന് ഒരു പ്രോബ്ലം ആണെന്ന് കൺസിഡർ ചെയ്യുക. ആ പ്രോബ്ലത്തിന് രണ്ട് സൊല്യൂഷൻ വരത്തില്ല, യുണീക്ക് സൊല്യൂഷനെ വരത്തുള്ളൂ എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനെ രണ്ട് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുക. u1 ആൻഡ് u2 be two solution satisfying ut first PDE and this u1 is equal to f1 on D and u1 രണ്ട് സൊല്യൂഷൻ u2 ഉണ്ട്. സോ u2 is equal to f1 on D and this u1 is equal to h1 on dou D and u2 is equal to h2 on dou D. അപ്പോൾ ഇതേ കേസ് തന്നെ വന്നില്ലേ? നമ്മളിപ്പോൾ രണ്ട് സെറ്റായിട്ട് എടുത്ത് ചെയ്ത അതേ കേസിൽ തന്നെ നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ അവിടുന്ന് പ്രൊസീഡ് ചെയ്തിട്ട് ഇപ്പം മെയിൻ PDE എന്നുള്ളത് ഇത് മെയിൻ PDE ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, u1 u2 ആക്കി. അതായത് ഈ കണ്ടീഷൻസ് വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്യും u1 minus u2 will be less than or equal to delta. What is this delta? Delta is equal to maximum d f1 minus f2 plus maximum h1 minus h2. ഇവിടെ എന്താണ് ഡിഫറൻസ്? ഇവിടെ f1 ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇവിടെ എടുത്തതിനകത്ത് u2 ഈസ് ഈക്വൽ ടു f2 എന്നും പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഇവിടെ u2 എന്താ? f1 ആണ്, അതായത് ഈക്വൽ ടു f2. അതായത് f1 ഈസ് ഈക്വൽ ടു f2 ആയിട്ട് മാറി ഇവിടെ. അതുപോലെ നേരത്തെ കേസിൽ u2 ഈസ് ഈക്വൽ ടു f2 ആയിട്ട് u2 ഈസ് ഈക്വൽ ടു h2 ആയിട്ട് എടുത്തിരിക്കുന്നത് ബൗണ്ടറി. ഇവിടെ u2 ഈസ് ഈക്വൽ ടു h1 ആണ്. ദാറ്റ് ഈസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം h1 ഈസ് ഈക്വൽ ടു h2 ആയിട്ട്, അതായത് f1 ഈസ് ഈക്വൽ ടു f2, h1 ഈസ് ഈക്വൽ ടു h2 ആയി ഇവിടെ. അതായത് f1 ഈസ് ഈക്വൽ ടു f2 വരുമ്പോൾ ഇവിടെ 0 ആയി, h1 മൈനസ് h2 വരുമ്പോൾ ഇവിടെ 0 ആയി. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ പ്രൂവ് ചെയ്തു ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് മോഡ് u1 മൈനസ് u2 ലെസ് ദാൻ 0. അതായത് ഒരു പോസിറ്റീവ് നമ്പർ സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് u1 ഈക്വൽ ടു u2 എന്ന് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. സ്പെഷ്യൽ കേസ് f1 is equal to f2, h1 is equal to h2 implies that the uniqueness part of the theorem. ഇനി നമുക്ക് ജസ്റ്റ് പോകാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നെക്സ്റ്റ് പാർട്ട് കണ്ടിന്യൂ ചെയ്യും.